ദീദി ദാമോദരൻ, ദീദി, ഇന്നിപ്പോൾ വിൻസിയുടെ പ്രതികരണം അതൊരു ധീരമായ നടപടിയായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷേ വിൻസി ഈ ഒരു മോശം പ്രവണത ലഹരി സിനിമാ സെറ്റുകളിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് വിശദമായി പറഞ്ഞത്. അല്ലാതെ ഷൈൻ ടോം ചാക്കോ എന്നൊരു വ്യക്തിയിലേക്ക് അത് കേന്ദ്രീകരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നേയില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ ദീദി. കാരണം ഒരു മോശം പ്രവണത എന്ന് പറയുന്നത് ഒരു മോശം പ്രവണത കാണിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നടപടിയെടുത്ത് വേണ്ടി വരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ ഒരു പരാതി നൽകാത്ത പക്ഷം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക ദീദി? നേരത്തെ സംസാരിച്ച ശ്രീ സജി നന്ദിയായിട്ട് പലതവണ ഞങ്ങൾക്ക് ലാഭമില്ലാത്ത ഒരു കാര്യമായിട്ട് കൂടി ഞങ്ങളത് ചെയ്യുന്നു, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് തന്നെയാണ് ഒരു ധാരണാ പിശക് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഈ IC എന്താണ്, പോഷ് ആക്ട് എന്താണ്, ഇതെന്തോ ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കലാണോ? ഞങ്ങൾ ഇതിന് മുമ്പേ ഉള്ള ഒരു ഇതിൽ അദ്ദേഹം പറയുന്ന കേട്ടു, ഞങ്ങൾ നിഷ്കർഷിക്കാറുണ്ട് അതിൽ സ്ത്രീകൾ വേണമെന്ന്. ഇതൊന്നും ആരെങ്കിലും ചെയ്തു തരുന്ന ഔദാര്യമല്ല, അത് നാട്ടിലെ നിയമമാണ്. ഈ നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവര് എംപ്ലോയേഴ്സ് ആയതുകൊണ്ട് ചേംബറിനെ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ട് അതെങ്ങനെ വെറുതെ ഒരു ദിവസം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കളയാം എന്ന് വിചാരിച്ചതല്ല. ആ നിയമം നടപ്പാക്കാൻ വേണ്ടി WCC കേസ് കൊടുത്ത് ജയിച്ചതിനെ തുടർന്നാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി അവിടെ ഉണ്ടാവുന്നത്. മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്ക് വന്ന ഒരു പരാതിയിൽ നിന്നും ഒരു കാരണവശാലും അവര് ആഗ്രഹിച്ച പ്രകാരം അല്ലാതെ ഒരു പേരും പുറത്തു പോകാൻ പാടില്ല. പോയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തമ ബോധ്യം. പോയിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രൊസീജിയറൽ ലാപ്സ് ആണ്. പിന്നെ ഐ ബെറ്റ് എന്ന് പറയുന്നുണ്ട്, അവിടെ IC ഉണ്ടായിരുന്നു. എന്താണ് IC എന്ന് പറഞ്ഞാൽ എന്ന് പോലും നമുക്ക് തിരിച്ചറിവ് വേണ്ടേ? IC എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആളെ ഒക്കെ പറഞ്ഞ് നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്തു, ആ ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ നിന്നു. ഇതൊക്കെ ചെയ്യുന്നതാണോ ICയുടെ പണി? IC എന്ന് പറഞ്ഞാൽ അടുത്ത പരാതി വരുന്നതിന് മുമ്പേ, ഒരു പരാതി പോലും വരാതെ പ്രിവെൻഷൻ പോലും നടത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. പരാതിയുമായി ചെന്ന ഒരാളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രൊസീജിയറൽ ലാപ്സ് ആണ്. ഇതൊക്കെ സിനിമയിൽ ഉള്ള സ്ത്രീക്ക്, സിനിമയിൽ മാത്രമല്ല ഏത് തൊഴിലിടത്തുള്ള ഒരു സ്ത്രീയുടെ അവകാശമാണ്. ഇത് ആരെങ്കിലും വകവെച്ച് കൊടുക്കുന്നതോ ലാഭത്തുണ്ട് ഒരു ലാഭവും ഇല്ലാതെ ഞങ്ങൾ ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ആ നിലപാട് തന്നെ, ആ തിരിച്ചറിവിൽ നിന്ന് വേണം ഈ കാര്യങ്ങളിൽ ഇടപെടാനും മുന്നോട്ട് പോകാനും. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് അവരെ ബുദ്ധിമുട്ട് പുറത്തേക്ക് പറയുമ്പോൾ അവരുടെ മേലെ തന്നെ, എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അവർ തരണം ചെയ്തത് അതിന് കൂടാതെ അവര് തന്നെ വേണം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് കുറച്ച് പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. IC എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരു പരാതി ആ സെറ്റിൽ അവർ ഉയർത്തിയെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത വേറെ ഒരു ആർട്ടിസ്റ്റിനും ഇതേ സമാന സ്വഭാവമുള്ള, വേണമെങ്കിൽ അതിലും ഗൗരവമുള്ള പരാതി ഇയാളെ പറ്റി ഉണ്ട് എങ്കിൽ ആ സെറ്റിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ മറ്റൊരു ഉപജീവന മാർഗം ഞാൻ തേടി പോകേണ്ടി വരും എന്ന് പറയുന്നതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന അതാണ് നമ്മളുടെ പൊതുബോധം എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിന് എത്ര ഗംഭീരമായിട്ട് അവരഭിനയിച്ച എല്ലാ സിനിമകളും നമുക്ക് സാക്ഷ്യം പറയും. കൂടാതെ അവർ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അവര് ഇവിടുന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ഉപജീവന മാർഗം നേടിപ്പോകും എന്നതിനാണോ നമ്മൾ കൈയടിക്കേണ്ടത്? നമ്മൾ കൈയടിക്കേണ്ടത് ഈ പറഞ്ഞ ICയും പറഞ്ഞ മോണിറ്ററിംഗ് കമ്മിറ്റിയും ഒക്കെ നേരാൻ വണ്ണം മാതൃകാപരമായി ഒരു വട്ടമെങ്കിലും ശിക്ഷ നടപ്പാക്കി കാണിക്കണം. എങ്ങനെ വേണം ഒരു സെറ്റിൽ കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പം മോണിറ്ററിംഗ് കമ്മിറ്റി അന്വേഷിച്ച് എല്ലാ സെറ്റുകളിലും IC ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്കറിയാം, ഒരു പരാതി വരുമ്പോൾ ബാക്ക് ഡേറ്റ് ഇട്ടിട്ട് പേപ്പറിൽ കടലാസിൽ ഉണ്ടാക്കി തീർക്കുന്ന ICകളാണ്. അവൈലബിൾ ആയ ആൾക്കാരെ കൊണ്ട് ഒപ്പ് വാങ്ങിയിട്ടുണ്ടാക്കുന്ന ഒരു IC ആണ്. അങ്ങനെ അല്ല, പുതിയ മാറിയ ചട്ടത്തിൽ IC രൂപീകരിച്ചാൽ രജിസ്റ്റർ ചെയ്താൽ അത് പോർട്ടലിലും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ബാക്ക് ഡേറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒന്നാവരുത് ഒരു IC എന്ന് മോണിറ്ററിംഗ് കമ്മിറ്റിയും വനിതാ കമ്മീഷനും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ?
ഇനി അങ്ങനെ ചെയ്യാത്തവരുടെ പേരിൽ എന്തെങ്കിലും നടപടി, ഇപ്പൊ മോണിറ്ററിംഗ് കമ്മിറ്റി ഫംഗ്ഷൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായല്ലോ, എത്ര ആൾക്കാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്, എന്ത് നടപടിയാണ് എടുത്തത്? ഇനിയിപ്പം ഇത് നമ്മളുടെ മുമ്പിൽ ഒരു കേസുണ്ട്. ഈ പറഞ്ഞ ഒന്നും പുതിയതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ അതെവിടെ എത്തി? അത് വീണ്ടും സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിൽ എന്തെങ്കിലും ക്രെഡിറ്റ് പോകണ്ട എന്ന് വിചാരിച്ച് അത് വളരെ കുറച്ച് ആൾക്കാർ, സെലക്റ്റീവ് ആയ കുറച്ച് ആൾക്കാർ പോയിക്കൊടുത്ത മൊഴി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തരം താഴ്ത്തുകയും അതിനെ റദ്ദാക്കി കളയാൻ നോക്കുകയും ചെയ്യുന്നതിന് പകരം അത് ഗൗരവമായിട്ട് എടുത്തിട്ട് അത് മുന്നോട്ട് വെച്ച ശുപാർശകളെ നമ്മൾ ഇതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിനാദ്യം വേണ്ട ഒരു ഉത്തമ ബോധ്യം എന്താണ് IC എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമെങ്കിലും ഈ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിവ് വേണം. വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് വരും. അതിനു മുമ്പ് ദീദി, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഏറ്റവും ഒടുവിൽ ഒരു പോസ്റ്റും ഇട്ടിരിക്കുന്നു. ടു എവ്രി വൺ ഹു ഈസ് ആസ്കിങ് മീ where I ran to, well, here is an exclusive footage I have എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും ഇങ്ങനെ ഓടി വരുന്ന ഒരു പടം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊരു വെല്ലുവിളിയാണ്! ഈ വെല്ലുവിളി ആർക്ക് നേർക്കുള്ളതാണ് എന്നൊരു ചോദ്യം കൂടി വരികയാണ്. എന്തൊരു പരിഹാസത്തോടു കൂടിയാണ് ഈ ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് പോലീസ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണോ ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന് കണ്ടെത്താൻ ദീദി? അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഏതോ ഒരു ഷൈൻ ടോം ചാക്കോന്റെ കാര്യമല്ല. നമുക്കത് അറിയാം. ഇതിവിടെ സിസ്റ്റം ഇസ് നോട്ട് ഇൻ പ്ലേസ്. സിസ്റ്റത്തിനാണ് കറക്ഷൻ ആവശ്യമുള്ളത്. അല്ലാതെ രോഗത്തിന്റെ ലക്ഷണത്തിന് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് ഏതോ ഒരു ഷൈൻ ടോം ചാക്കോന്റെ കാര്യമല്ല. ആ സിസ്റ്റമാണ് അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത്. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പരാതി പറഞ്ഞവർക്ക് ഇനി എത്ര സിനിമകൾ ഉണ്ടാവുമെന്നും ഇവരൊരു പരാതിക്കാരിയാണ് എന്നും ഉള്ള മട്ടിലെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് പലരും പരാതി പറയാൻ മടിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതുപോലും ഈ ഫിയർ ഫാക്ടർ എങ്ങനെയാണ് ഇതിനകത്ത് നടക്കുന്നത് എന്ന് പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിലെത്തി വായിക്കേ വേണ്ടൂ. അത് ഇത്രയും കാര്യമായിട്ട് നടന്ന ഒരു റിപ്പോർട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ എന്തോ ഇവോൾവ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് പെയ്ത മഴയിൽ ഇപ്പൊ പുതിയ എന്തോ കുറെ കൂണുകൾ മുളച്ചു പൊങ്ങിയിരിക്കുന്നു എന്ന മട്ടിൽ നമ്മൾ കാര്യങ്ങൾ കാണരുത്. നമ്മൾ അതിനെ കൃത്യമായിട്ട് നല്ല ധാരണയോടുകൂടി എന്താണ് IC, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് ചുരുങ്ങിയ പക്ഷം മോണിറ്ററിംഗ് കമ്മിറ്റി എങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ശരി, നമ്മുടെ നിയമ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഇട്ട പടം, ദീദി പറയുന്നത് പോലെ ഷൈൻ ടോം ചാക്കോ എന്നൊരൊറ്റ പേരിലേക്കല്ല, ഈ പ്രവണതയ്ക്കാണ് തടയിടേണ്ടത്. പക്ഷേ ഒരാളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം ഇയാൾ കുറച്ചു കാലമായി ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂട്യൂബ് ചാനലുകളിലൂടെ അശ്ലീലം പറഞ്ഞുകൊണ്ട് അതൊരു കണ്ടന്റാക്കി അതിന് വലിയ വ്യൂവേഴ്സ് ഉണ്ടാകുകയും ആരാധകർ ഉണ്ടാകുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അതിന് വലിയ കയ്യടി നേടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അനുയായികളെ തന്നെ ഉണ്ടാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല നടനൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതാണ് നമ്മുടെ മുന്നിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Debate with Smriti Parathikkad.